മതി. ഇതും കൂടി കുടിക്കൂ. വേണ്ട, ചത്ത് കിട്ടിയാ മതി. മടുത്തു. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്നത്? തന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലടൂ. തൻ്റെ ഈ കഷ്ടപ്പാടുകളൊക്കെ കാണുമ്പോ എത്ര കൊല്ലമായടോ ഈ കിടപ്പ്. കണ്ടോ, സത്യം. ആരാ? അയ്യോ, എന്താ ഇത്? ഞാൻ തന്നെ. ഹരിക്കുട്ടനാണോ? ആരാണെന്ന് മനസ്സിലായോ? ചത്തിട്ടില്ല. അതറിഞ്ഞിട്ട് കൊല്ലാനാണോ വന്നത്? അമ്മേ, എന്നെ അങ്ങനെ വിളിക്കണ്ട. എനിക്കിങ്ങനെ ഒരു മകനില്ല. ഞാൻ മറന്നുവല്ല. എനിക്ക് വേണ്ട. യശോദേ, ആരാ അത്? ആരോ വഴിതെറ്റി വന്നതാ. വർഷമായി ആ മുറിയിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഒരു ജീവിതകാലം മുഴുവൻ ഒരു കട്ടിലിൽ. എന്റെ ജീവിതം അത് നീ തകർത്തു. എന്നിട്ടിപ്പോ എന്തിനു വന്നു? അമ്മേ, വിവരവും വിവേകവും ഇല്ലാത്തൊരു പ്രായത്തില് അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റ്. അമ്മ മാത്രമുള്ള ഒരു കുട്ടി, ആ സ്നേഹം പലർക്കായിട്ട് പോണത് കണ്ടപ്പോ ഭ്രാന്ത് പിടിച്ചു പോയൊരു കുട്ടി. കുട്ടി സാധാരണ ഒരു കുട്ടി ചെയ്യണ കാര്യമാണോ നീ ചെയ്തത്? വേണ്ട, ഇനിയൊന്നും പറയണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. നിന്നോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. വാദിച്ചത്ത് കട്ടിലേക്ക് കിടക്കുന്ന ആ മനുഷ്യനോട് ഇത്തിരി ദയ കാട്ടണം. അതിനെങ്കിലും എന്നെ അനുവദിക്കണം. അമ്മ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? എന്ത് പ്രായച്ചിത്വം ചെയ്യാം? ആത്മഹത്യ വരെ. അതെന്തിനാ? നീ നിന്റെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിച്ചോളൂ. 10-20 വർഷമായിട്ട് എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ടായില്ലല്ലോ. ഇനി അത് വേണ്ട. കുറ്റബോധം കൊണ്ടാണ് അമ്മേ ഞാൻ. എന്നെ ഉപേക്ഷിക്കരുത്. ഇപ്പൊ നിന്നേക്കാൾ വലുത് എനിക്ക് ആ മനുഷ്യന്. പാതി കൊന്നിട്ട് പോയ നിന്നോട് അദ്ദേഹം പൊറുക്കൂ? സ്നേഹം പോണെന്ന് പറഞ്ഞ് ഇനി നീ കൊല്ലൂല്ല എന്നെന്താ ഉറപ്പ്? മതി അമ്മേ, സന്തോഷായി. അമ്മേനെ അത് തൊട്ടല്ലോ, അത് മതി. ഈ ജന്മം അത് മതി.